ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആക്രയുടെ പോയി റീസ്റ്റോറേഷന് വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തൊരു എമർജൻസി ലൈറ്റ് ശരിയാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിന്റെ ഒപ്പം എടുത്ത് ഈ ഒരു സ്പീക്കർ റീസ്റ്റോർ ചെയ്യാം. ഈ ഒരു സ്പീക്കർ നമ്മൾ അവിടെ നിന്ന് എടുത്തപ്പോഴേ അതിന്റെ കണ്ടീഷൻ അത്യാവശ്യം മോശമായിരുന്നു. ഇത് അഴിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഈ സ്പീക്കറിൽ ഊരി മാറ്റാം. ഇനി അകത്ത് വരുന്ന ഈ 4 സ്ക്രൂ ഊരി മാറ്റിയിട്ട് നമുക്ക് ഈ ക്യാബിൻ രണ്ടായിട്ട് ഊരി മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ പുറകിലെ ക്യാബിൻ പോർഷനിൽ വരുന്ന പവർ യൂണിറ്റൂടെ ഊരിയെടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ മുന്നിലത്തെ ബോർഡിൽ നിന്ന് ആംപ്ലിഫയർ ബോർഡ് നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ട് സ്പീക്കറിലോട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്ത ശേഷം നമുക്ക് ക്യാബിനിൽ നിന്ന് സ്പീക്കറോട് ഊരിയെടുക്കാം. സ്പീക്കർ ഊരുന്ന സമയത്ത് സ്പീക്കറിൽ അറിയാതെ ഒരു ഹോൾ വീണിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫെവിക്കോൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്യാബിൻ മൊത്തം നമുക്ക് കഴുകി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അങ്ങനെ ഈ ക്യാബിൻ മൊത്തം ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നോർമൽ സ്പീക്കർ ഞാൻ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് TG113 എന്ന് പറഞ്ഞ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ 3 മുതൽ 7 വരെയുള്ള വോൾട്ടുകളിൽ വർക്ക് ചെയ്യും. ഇതിനകത്ത് USB, SD കാർഡ്, ഓക്സ് അതുകൊണ്ട് തന്നെ FM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഒരു 3.7 ലിഥിയം ബാറ്ററി എടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് TP4056 എന്ന് പറഞ്ഞ ചാർജിംഗ് മൊഡ്യൂൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്തിരുന്ന പഴയ കൺട്രോളിംഗ് ബോർഡ്. ഇതിനകത്തുള്ള LED ഓണോ സ്വിച്ച് ഞാൻ വീണ്ടും യൂസ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമുക്ക് ഇതിനകത്ത് ബാക്കി കമ്പോണൻസ് എല്ലാം റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെ ഇതിനകത്തിരുന്ന കമ്പോണൻസ് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു. സ്വിച്ചിൽ നിന്നും LEDയിൽ നിന്നും പോയിരുന്ന ബാക്കി കണക്ഷൻ എല്ലാം ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഷോർട്ടിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഇനി സ്വിച്ചിൽ നിന്നുള്ള 2 ലെഗുകളിൽ നമുക്ക് ഓരോ വയർ കണക്ട് ചെയ്യാം. അതുകൊണ്ട് LED ലെഗിൽ നമുക്ക് ഓരോ വയർ കണക്ട് ചെയ്തെടുക്കാം. അങ്ങനെ വയറുകൾ നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ പുറത്തുനിന്നുള്ള LED കണക്ഷൻ കൊടുക്കാൻ വേണ്ടി 2 പോയിന്റുകൾ അവർ തന്നിട്ടുണ്ട്. അവിടോട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത LED പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ നമുക്ക് വയറുകൾ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു കണക്ഷനിൽ നമുക്ക് ബാറ്ററിയിലോട്ട് പോകുന്ന പിന്നിൽ ഒരു വയർ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ബാറ്ററി കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയറിന്റെ കണക്ഷൻ നമുക്ക് ബാറ്ററി ചാർജിന്റെ ഔട്ട് വരുന്ന പോസിറ്റീവ് ലെഗിലോട്ട് കണക്ട് ചെയ്യാം. സ്വിച്ചിന്റെ മറ്റേ ലെഗിൽ നമ്മൾ പോസിറ്റീവ് കണക്ഷൻ കൊടുത്തേക്കുന്നതാണ് ഈ ബാറ്ററി ചാർജിൽ നമ്മൾ ഈ പോസിറ്റീവ് കണക്ഷനിലോട്ട് ഈ വയർ സോൾട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ BT മൊഡ്യൂളിൽ നിന്ന് നെഗറ്റീവ് വരുന്ന കണക്ഷൻ നമുക്ക് ചാർജിംഗ് മൊഡ്യൂളിന്റെ നെഗറ്റീവ് കണക്ഷനിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അടുത്തായിട്ട് ബാറ്ററി ചാർജിംഗ് മൊഡ്യൂളിന്റെ ബാറ്ററി കണക്ട് ചെയ്യുന്ന ഭാഗത്തോട്ട് നമുക്ക് 2 വയറുകൾ കണക്ട് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററി ചാർജിംഗ് മൊഡ്യൂളിനകത്ത് വരുന്ന ഇതുകൊണ്ട് മൈക്രോ USB ആണ്. ഇത് നമ്മുടെ ഈ ക്യാബിനകത്ത് വെക്കാൻ ശകലം പാടാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഫീമെയിൽ സോക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫീമെയിൽ സോക്കറ്റിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് 2 വയറുകൾ കണക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പിന്നെ നമുക്ക് ഈ ക്യാബിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളിലോട്ടുള്ള സ്പീക്കറിന്റെ കണക്ഷനോട് കൊടുക്കാം. ഇനി ഗ്ലൂ ഗണ്ണിന്റെ സഹായത്തോടെ നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂൾ ക്യാബിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തായിട്ട് ബാറ്ററി ചാർജിംഗ് മൊഡ്യൂളിൽ വരുന്ന ബാറ്ററി കണക്ഷനോട് കൊടുക്കാം. ഇനി ക്യാബിനിൽ ഫിറ്റ് ചെയ്ത ഫീമെയിൽ സോക്കറ്റിൽ കണക്ഷൻ നമുക്ക് ബാറ്ററി ചാർജറിന്റെ ചാർജിംഗ് സെക്ഷനിലോട്ട് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇനി സ്പീക്കറിന്റെ കീറിയ ഭാഗത്ത് ഒട്ടിച്ച് വെച്ച് പശയൊക്കെ നല്ലതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ സ്പീക്കർ നമുക്ക് പഴയ ഉണക്ക് ക്യാബിനോട്ട് വെച്ച് കൊടുത്തിട്ട് ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ വരുന്ന സ്പീക്കറിന്റെ വയറിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് സ്പീക്കറിന്റെ സ്ക്രൂ എല്ലാം പഴയ ഉണക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാബിനകത്ത് സ്വിച്ചും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ക്യാബിൻ അടച്ചെടുക്കാം. എന്നിട്ട് ഈ ക്യാബിന്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ കൺട്രോളിംഗ് സ്വിച്ചും കാര്യങ്ങളെല്ലാം പഴയ ഉണക്കാൻ ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഈ സ്പീക്കറിലൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ആക്രി കിടന്ന് നശിച്ചു കൊണ്ടൊരു സ്പീക്കർ എടുത്ത് നമ്മൾ അടിപൊളി ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ഒരു 5 വോൾട്ടിന്റെ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ മൊഡ്യൂളാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വലിയ ഔട്ടൊന്നും പ്രതീക്ഷിക്കരുത്. നോർമൽ യൂസിനൊക്കെ നമുക്ക് അത്യാവശ്യം റൂമിലൊക്കെ പാട്ട് കേൾക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാം. നമ്മുടെ ഓണോ സ്വിച്ച് നമ്മൾ ഇതിനകത്തൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇത് പ്രസ് ചെയ്തുകൊണ്ട് ഓൺ ചെയ്യാം. Bluetooth mode. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.